പൈത്തൺ എക്സാമും കൂടെ കഴിഞ്ഞ സെമ്മ് കഴിഞ്ഞു. സ്ഥിരം ക്ലീശ ഡയലോഗ് പറയുന്നില്ല, സെമ്മ് തുടങ്ങിയതേ ഓർക്കുന്നുള്ളൂ, കഴിഞ്ഞതറിഞ്ഞില്ലെന്ന്. എന്നാൽ കുറച്ചു നേരം പഠിക്കാന്ന് വിചാരിച്ചിരുന്ന ബട്ട് ചെയ്തത് ഫുള്ള് തിയറി വായിക്കലായിരുന്നു. വീട്ടിൽ നിന്ന് നൈസായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് ഏത്തക്കയും കഴിച്ചിട്ട് ഹാഫ് സ്പൂൺ പ്രീ വർക്കൗട്ട് എടുത്തിട്ട് ജിമ്മിലോട്ട് വിട്ടു. ആസ് ഐ എക്സ്പെക്ടഡ് ന്യൂ ഇയർ റെസൊല്യൂഷനുമായിട്ടും ആരും വന്നിട്ടില്ല, സ്ഥിരം വരുന്നവരും ന്യൂ ഇയർ ആയിട്ട് വന്നിട്ടില്ല. എനിവേ എന്റെ 48-49 കിലോയിൽ നിന്നുള്ള ലൂപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് 2026 50 കിലോ ഒരു വിധത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആരും ഇല്ലാത്തതിന്റെ സന്തോഷത്തിൽ ഈ സാധനം ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്റെ ഒരു അഭിപ്രായത്തിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം ജാനുവരി ലാസ്റ്റാ. അപ്പോഴും മൈൻഡിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കണമെന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. മേ ബി എല്ലാവർക്കും എന്റെ സ്പ്ലിറ്റ് വിയേർഡായിട്ട് തോന്നും. ബൈസൺ ട്രൈസൺ ട്രെയിൻ ചെയ്യുന്നതെന്ന് തന്നെയാണ് സ്കോട്ടും ട്രെയിൻ ചെയ്യുന്നത്. ബട്ട് അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. എന്റെ സ്പ്ലിറ്റിനേക്കാളും വിയേർഡായിട്ടാണ് ഞാൻ വെയിറ്റ് ട്രാക്ക് ചെയ്യുന്നത്. എടുത്തും കയറ്റിയിടാൻ മടിയായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വെക്കുന്നു. ഞാൻ എന്നൊക്കെ ട്രൈപോഡ് കൊണ്ടുവരാതിരിക്കുന്നു അന്ന് നല്ല പോസിംഗ് ഒരു അവസരം കിട്ടും. എനിവേ എന്റെ പോസിംഗ് ഒക്കെ പണ്ടത്തെക്കാളും ബെറ്റർ ആകും തോന്നുന്നുണ്ട്. അങ്ങനെ എന്റെ ഫിസിക് ബിൽഡിംഗ് സീരീസിലെ ഡേ 86 കഴിഞ്ഞു.